എന്ന് പറഞ്ഞ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനരോഷവും വിദ്യാർത്ഥി പ്രതിഷേധവും ശക്തമായ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി അടിയന്തരമായി വീഡിയോയുമായി എത്തിയതെന്ന് പ്രതിപക്ഷം. ഒരു വശത്ത് യുവാക്കളെ നേരിട്ട് സമീപിക്കാൻ മോദിയുടെ സോഷ്യൽ മീഡിയ നീക്കം, മറുവശത്ത് ചോദ്യപേപ്പർ ചോർച്ചയെ ചൊല്ലിയുള്ള രാഷ്ട്രീയ പോര്. ഫ്രണ്ട്സ് എന്ന പതിവ് അഭിസംബോധനയോടെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്നാൽ ഇത്തവണ പുതിയ പ്രഖ്യാപനങ്ങളൊന്നുമായല്ല, മറിച്ച് യുവാക്കൾക്ക് നന്ദി പറയാനാണ് അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പങ്കുവച്ചത്. വെള്ളിയാഴ്ച രാത്രിയാണ് പ്രധാനമന്ത്രി പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ വിശദീകരിച്ച് കഴിഞ്ഞ ദിവസം പങ്കുവച്ച വീഡിയോയ്ക്ക് ലഭിച്ച വലിയ പിന്തുണയ്ക്കും നിർദ്ദേശങ്ങൾക്കും നന്ദി അറിയിച്ചാണ് പുതിയ സന്ദേശം. കഴിഞ്ഞ രാത്രി നിങ്ങളെ നേരിൽ കാണാൻ അവസരം ലഭിച്ചു. ഇന്നലെ ഞാൻ പങ്കുവച്ച വീഡിയോയ്ക്ക് നിങ്ങൾ നൽകിയ പ്രതികരണങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി എന്നാണ് മോദി വീഡിയോയിൽ പറയുന്നത്. സാധാരണയായി എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യാറുള്ളത്. എന്നാൽ യുവാക്കളിലേക്ക് കൂടുതൽ എത്തിച്ചേരുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ എല്ലാവരും ഇൻസ്റ്റഗ്രാമിൽ കൂടുതൽ സജീവമാകണമെന്ന് അദ്ദേഹം അടുത്തിടെ നിർദ്ദേശിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഇൻസ്റ്റഗ്രാമിലൂടെ തുടർച്ചയായി വീഡിയോ സന്ദേശങ്ങൾ എത്തുന്നത്. ഈ സംഭവങ്ങളുടെ തുടക്കം വ്യാഴാഴ്ച അർദ്ധരാത്രിയിലായിരുന്നു. രാജ്യത്ത് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ വിദ്യാർത്ഥികൾ ശക്തമായ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് പ്രധാനമന്ത്രി അപ്രതീക്ഷിതമായി വീഡിയോ സന്ദേശവുമായി എത്തിയത്. വിദ്യാർത്ഥികളെ നേരിട്ട് അഭിസംബോധന ചെയ്ത അദ്ദേഹം പരീക്ഷാ ചോർച്ചകൾ തടയാൻ കർശന നിയമനിർമ്മാണവും പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികളും കൊണ്ടുവരുമെന്ന് ഉറപ്പും നൽകി. എന്നാൽ ആ വീഡിയോ പുറത്തു വന്നതോടെ രാഷ്ട്രീയ രംഗം ചൂടുപിടിച്ചു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാതിരാത്രി വീഡിയോയിലൂടെ വിദ്യാർത്ഥികളുടെ ബുദ്ധിയെ അപമാനിക്കുന്നത് അവസാനിപ്പിക്കണം, വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിൽ സർക്കാർ മാപ്പ് പറയണം എന്ന് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അർദ്ധരാത്രിയിലെ ഏകപക്ഷീയ വീഡിയോ സന്ദേശങ്ങൾക്ക് പകരം പകൽ പാർലമെന്റിലെത്തി രാജ്യത്തോട് വിശദീകരിക്കൂ എന്നായിരുന്നു പ്രതികരിച്ചത്. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് മറ്റൊരു വിമർശനവുമായി എത്തി. നിലവിലെ നിയമങ്ങൾ ഉപയോഗിച്ചു തന്നെ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ രൂപീകരിക്കാൻ കഴിയുമെന്നിരിക്കെ പുതിയ പ്രഖ്യാപനങ്ങൾ വെറും രാഷ്ട്രീയ നാടകമാണെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ഇതിനിടെ CJP നേതാക്കളും സർക്കാരിനെതിരെ രംഗത്തെത്തുകയുണ്ടായി. മാസങ്ങളായി തുടരുന്ന വിദ്യാർത്ഥി പ്രതിഷേധവും ജനരോഷവും ശക്തമായതോടെയാണ് പ്രധാനമന്ത്രി അടിയന്തരമായി അർദ്ധരാത്രി വീഡിയോ സന്ദേശവുമായി എത്തിയതെന്നാണ് അവരുടെ വിമർശനം. ഒരു വശത്ത് യുവാക്കളുമായി നേരിട്ട് ആശയവിനിമയം നടത്താൻ സോഷ്യൽ മീഡിയയെ കൂടുതൽ പ്രയോജനപ്പെടുത്തുന്ന പ്രധാനമന്ത്രിയുടെ പുതിയ തന്ത്രം ശ്രദ്ധ നേടുമ്പോൾ, മറുവശത്ത് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ സർക്കാരും പ്രതിപക്ഷവും തമ്മിലുള്ള രാഷ്ട്രീയ ഏറ്റുമുട്ടൽ കൂടുതൽ കടുക്കുകയാണ്.